ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളിൽ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. ഇന്ന് ഇന്നുമോള് വീണ്ടാമതും കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. ആളിന്നൊരു 9:30 മണിക്ക് ഏകദേശം പെരിന്തൽമണ്ണ എത്തും എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 9:30 മണിക്കാണ് ആൾ വരിക കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ എല്ലാവരും ചോദിക്കുന്നുള്ളത് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ ലിങ്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലിങ്ക് തരാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തപ്പി നോക്കുമ്പോൾ ലിങ്ക് കാണാറില്ല കേട്ടോ. പക്ഷേ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലുണ്ട്. ഈ ഡ്രസ്സ് ഇത് ഇങ്ങനെ ഇരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പിട്ട വീഡിയോയിൽ ഇതിൻ്റെ ഒരു കരിനീല കളർ ഡ്രസ്സ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഈ ഒരു ചുരിദാർ. ഇതിന് ഏകദേശം 700-800 ആ ഒരു സംതിങ് ഉള്ള വിലയാണ് കേട്ടോ. ഇതിൻ്റെ ഷാളെല്ലാം നല്ല കോട്ടനാണ്, നല്ല കോട്ടനാണ്. നമുക്കിത് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഞാൻ ഇത് 2 പ്രാവശ്യം കഴുകിയിട്ടാണ് കേട്ടോ ഈ ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇവിടെ ഒരു പ്ലീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തടിയുള്ള ആൾക്കാർക്ക് കുറച്ചിങ്ങനെ ലൂസാക്കി ഇടാം. ഞാനിതൊരു ഓൾട്ടർ ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഈ കൈയൊക്കെ ഭയങ്കര ലൂസായിട്ടായിരിക്കണത്. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ ഭയങ്കര ലൂസായിട്ടായിരിക്കണത്. ഞാനിതൊന്നും ഷേപ്പാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ചിലപ്പോഴൊക്കെ ഞാൻ മിക്കവാറും ഡ്രസ്സുകൾ ഞാൻ ഷേപ്പാക്കാറ് കേട്ടോ. കാരണം ഇതിൻ്റെ ഇവിടെ ഒക്കെ അത്രയും ലൂസായിട്ട് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ ചില സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഡ്രസ്സ് സൈഡ് ഓപ്പണും കൂടിയാണ് കേട്ടോ. സൈഡ് ഓപ്പൺ ആണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ പ്ലേറ്റുള്ള കാരണം കൊണ്ടേ ഇത് നല്ല വീതിക്ക് നിൽക്കും. അപ്പോൾ നല്ല കോട്ടൻ്റെ ചുരിദാറൊക്കെ ഇങ്ങനെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ നമുക്ക് നല്ല ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ നമുക്ക് വീട്ടിലിട്ട് നിൽക്കാനോ അങ്ങനെ ഷോപ്പിങ്ങിന് പോകാനോ ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു ചുരിദാറാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ച് നോക്കി വയ്ക്കും. അപ്പം നമ്മളെ ഇന്നത്തെ വിഷയം ഈ ചുരിദാറല്ല, നമുക്ക് വേറെ കുറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും പോരും. കഴിഞ്ഞ ദിവസമേ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്ന സമയത്തേ ഞാൻ ഈ ഒരു ഇത് സംഭവം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എൻ്റെ ജാസ്യൂട്ടി ചോദിച്ചിരുന്നു, എടേ നീ വീഡിയോയിൽ ആ ഷോഫിൻ്റെ മുകളിൽ കെട്ടിച്ച് ആ സംഭവം എന്തായിരുന്നു ഒന്ന് കാണിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജാസ്യൂട്ടിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇതിലുള്ള എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ കാര്യമായിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പരസ്യമാണെന്ന്. പഠിച്ചവനാണ്, ഇത് പരസ്യമല്ല കേട്ടോ. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഞാൻ എന്തായാലും തുറന്നിട്ട് കാണിച്ചു തരാം എന്താണെന്നുള്ളത് കേട്ടോ. അപ്പം ഇതാണ് ആ സാധനം. ഇതാണ് ഓരമ്മ. ഇത് കുറച്ച് കൂടുതലല്ലേന്ന് ഇത് തുറന്നപ്പോഴൊട്ടൊക്കെ മനസ്സിലായത്. ഇത് വല്ലാണ്ട് കുറച്ച് കൂടുതലായി. 10 കിലോൻ്റെ ഈ ഒരു സംഭവമാണോ എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. ഞാനത് വാങ്ങിച്ചിട്ട് കുറേ ദിവസം ഇതിൻ്റെ റിട്ടേണിൻ്റെ സമയം കഴിഞ്ഞേക്കണമെന്ന് അറിയില്ല കേട്ടോ. റബ്ബേ, 10 കിലോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്താ പറയുക, എൻ്റെ വീട്ടുകാരെപ്പോഴും എൻ്റെ അടുത്ത് പറയും ആണക്ക് ചെറുതൊന്നും തികയില്ല, ആണക്ക് എപ്പോഴും കുറേ കാണണം എന്ന് പറയുന്ന പോലെ വാങ്ങിക്കുമ്പോൾ 10. കാരണം എൻ്റെ കയ്യിൽ 3 കിലോൻ്റെ ഡമ്പലുണ്ട്, 4 കിലോൻ്റെ ഡമ്പലുണ്ട്. പിന്നെ ഞാൻ ഒരു 7.5 കിലോൻ്റെ ഡമ്പൽ വരുത്തിക്കുന്നുണ്ട്. അത് ഓൺ ദി വേണം, വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പം ഞാനിനി അതൊക്കെ ചെയ്തു ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇത്രയും വലിയ 10 കിലോൻ്റെ തന്നെ വേണ്ടി വരും എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് റിട്ടേൺ ചെയ്യാം. ഇത് തുറന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു അപകടം ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇത്ര പോകുന്നൊരു ഈ സംഭവത്തിൻ്റെ ആവശ്യത്തിന് എന്തൊരു പേര് പറയുമല്ലോ, ഞാൻ മറന്നു, പേരൊന്നും അറിയില്ല. അതിനോട് ഓർഡർ ചെയ്യുന്നേ. എനിക്ക് ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലല്ലോ. ജിമ്മിൽ പോകുമ്പോൾ എനിക്കൊരു പണ്ടത്തെ പോലത്തെ ഒരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് ഈ സംഭവം കേട്ടോ. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ എന്താ പറയുക, വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് എല്ലാതും കൂടി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്തായാലും മിക്കവാറും ഞാൻ അത് റിട്ടേൺ അടിക്കുന്ന തോന്നുന്നത്. പിന്നെ ഞാനത് തിരിച്ചയക്കുന്നതിന് മുമ്പ് ടീച്ചറോടൊരു അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ ടീച്ചർ മാത്രമല്ല, ഇപ്പോൾ ടീച്ചർ ജിം ട്രെയിനറും കൂടിയാണ്. ഇപ്പം കണ്ടോ ടീച്ചറെ, ടീച്ചർ ഞാനിനി അഭിപ്രായം ചോദിച്ചു നോക്കട്ടെ ടീച്ചർക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ടീച്ചറുടെ അഭിപ്രായം അനുസരിച്ചിട്ടേ കെറ്റിൽ ബെല്ല് മടക്കി കൊടുക്കണ്ട എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഞാനും കരുതി കുറച്ച് സ്ട്രെങ്ത്തൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായി ജിമ്മൊക്കെ നിർത്തിയ കാരണം കൊണ്ട് ഇപ്പോൾ ബോഡി കുറച്ച് വീക്കാണ്. വല്ലാണ്ട് വലിയ വെയിറ്റൊന്നും പൊക്കാൻ വയ്ക്കില്ല. പക്ഷേ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വെയിറ്റൊക്കെ പൊക്കണേ അവസരം എത്തുമ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുവരെ അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാനത് റിട്ടേൺ അയക്കുന്നില്ല കേട്ടോ. എൻ്റെ ഉമ്മച്ചി എപ്പോഴും പറയും ഇജ്ജ് നല്ല ചുരിദാറൊക്കെ ഇട്ട് നല്ല ഒരുങ്ങിയിട്ട് വേണം വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടാണ് കേട്ടോ ഞാൻ ചുരിദാറൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ഒരുങ്ങി നിൽക്കുന്നത്. പക്ഷേ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓടി നടന്ന് വേഗം വേഗം ഇങ്ങനെ ജോലി ചെയ്യാൻ
എനിക്ക് മാക്സി വേണം. അത് ഞാൻ കുറേ കാലമായിട്ട് ഒരു 10-17 വയസ്സ് മുതൽ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ആ മാക്സി ഇട്ടിട്ട് ആ ശീലമായിട്ടേ നമുക്ക് ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിന്നിട്ട് ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കൂല. അതാണ് സംഗതി. ഞാൻ പണ്ട് വളഞ്ചരത്തെ വീട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വർക്കിംഗ് മാക്സി ഉണ്ടാവും. നമ്മൾ ആ വർക്കിംഗ് മാക്സി ഇട്ടിട്ട് ഓടി നടന്ന് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വൃത്തിയുള്ള ഡ്രസ്സ് ഇടുക. അതങ്ങനെയാണ്. അത് കുറേ കാലം. അപ്പോൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് മാക്സി വേണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു മാക്സി മാറ്റിയിട്ട് വരാം. അങ്ങനെ ഞാൻ മാക്സിയൊക്കെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഇതും എൻ്റെ ഒരു കുറച്ച് പുതിയ മാക്സിയാണ് കേട്ടോ. ശരിക്കും ഇതിട്ട് ജോലി ചെയ്യാനും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇതിലും മോശമായ മാക്സി ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ ചീത്ത അറിയും. അതുകൊണ്ട് എനിക്ക് ഇതിൽ മോശമായ മാക്സി ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിന്ന് കുറേ ജോലികളുണ്ട്. നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തുടങ്ങാം. ഇതെനിക്ക് എൻ്റെ ടീച്ചർ അയച്ചിരുന്ന പുസ്തകമാണ് കേട്ടോ, എംപ്റ്റി സ്പേസ്. ഒരു ദിവസം ഞാൻ ടീച്ചർക്ക് വീഡിയോ കോൾ ചെയ്ത സമയത്ത് ടീച്ചർ ഭയങ്കര വായനയിലായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞതാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ബുക്കാണ്. അപ്പോൾ എനിക്ക് ഞാൻ ടീച്ചർ വായന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരുമോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ടീച്ചർ എനിക്ക് പുസ്തകം സ്വന്തമായിട്ട് ഓർഡർ ചെയ്ത് അയച്ചതാണ്. വായിച്ച് കഴിഞ്ഞിട്ടില്ല, ഞാൻ ഒന്നുകൂടി വായിക്കാറുണ്ട്. ഞാൻ കുറേ ഈ പുസ്തകം കയ്യിൽ കിട്ടിയ ദിവസം മുതൽ ഞങ്ങൾക്ക് നിർത്തിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒരുപാട് തിരക്കിലായിരുന്നു. നമ്മൾ അടുത്ത ജോലി എന്ന് പറയണത് നമുക്ക് ഈ ടേബിളിൻ്റെ മുകളിൽ ശരിയാതെ വീട്ടിലൊക്കെ ഇല്ലേ ഷീറ്റ് വിരിച്ചിരിക്കണേ എന്നാ പോലെ ഒന്ന് വിരിച്ചാൽ കൊള്ളാതെ എനിക്കുണ്ട്. ഞാൻ ഷീറ്റ് വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഈ ടേബിളിൻ്റെ മുകളിൽ നമുക്ക് ഈ ഷീറ്റ് വിരിച്ചിട്ട് ഈ ടേബിളിൻ്റെ കവർ മാറ്റണം. അതാണ് എൻ്റെ അടുത്ത പണി. അപ്പോൾ ഇതാണ് നമ്മൾ ഒട്ടിക്കാൻ വാങ്ങിച്ച ഷീറ്റ്. ഇത് ഭയങ്കര വൈറ്റ് കളറാണ് കേട്ടോ. ഒട്ടിച്ച് അതിൻ്റെ അടുക്കുന്നതല്ല. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനത്തെ 1, 2 പിന്നെ ഇങ്ങനത്തെ 3 റോളുകളുണ്ട് കേട്ടോ. ഒരു നിവർത്തിയില്ല കേട്ടോ. ഞാൻ കുറേ നേരമായി ഞാൻ ഈ ഒരു സംഭവത്തിൻ്റെ മുകളിൽ നിന്ന് മല്ലികെട്ടാൻ തുടങ്ങിയിട്ട്. ഒരു ആളെ ഹെൽപ്പും കൂടി ഇല്ലാതെ അത് ഒട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ പേപ്പർ ഭയങ്കര നൈസായ പേപ്പറാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആക്കുമ്പോൾ അത് കീറിപ്പോവാം. അതുകൊണ്ട് കുറേ പേപ്പറും വേസ്റ്റായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ജോലിക്ക് പോകും. ഞാൻ ഈ കറുപ്പ് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ശനിയാഴ്ച ഉണ്ടല്ലോ, ഈ വേറെ ശനിയാഴ്ച നമുക്ക് നോമ്പ് തുറപ്പിക്കൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഒക്കെ ചിലവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ ചിലവാൻ ഞാൻ ഒരാളെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ വേണ്ട. അപ്പോൾ ജാസുട്ടി പറഞ്ഞു തേങ്ങ ചിലവേണ്ട ആവശ്യമുണ്ട്, തേങ്ങ തല്ലി പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി വറുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതിന് വേണ്ടി പോവാം കേട്ടോ. ഇവിടെ ഞാൻ ഓൾറെഡി കണ്ടോ, ഞാൻ ഇഞ്ചി ഇത് ഒട്ടി പിടിച്ചോ. ഇത് ഇഞ്ചി ഉണ്ടല്ലോ, ഇന്നലെ ചതച്ചരച്ചിട്ട് വെച്ചതാണ് കേട്ടോ. ഇഞ്ചിൻ്റെ ക്യൂബ് ഇത് ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു കുപ്പിയിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെറിയ ബോട്ടിലും കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇഞ്ചി ചതച്ചത്. സാധാരണ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ കാണിക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുണ്ടാക്കേണ്ട കാണിക്കുമ്പോൾ നമുക്ക് ആ കറി ഉണ്ടാക്കാനുള്ള മൂടന്നെ പോകും. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയാൽ നല്ലതല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത് തേങ്ങ പൊട്ടിച്ചിട്ട് ചിരവി വെക്കാം കേട്ടോ. ചിരവല്ല, തല്ലി പൊട്ടിച്ചിട്ട് വറുത്ത് വെക്കാം. നമ്മളിന്നൊരു 3 തേങ്ങ തല്ലി പൊട്ടിച്ച് എന്താ പറയുക, കുറച്ച് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ച് വെക്കണം. ജാസ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓള് ഫ്രിഡ്ജിൽ കുറേ തേങ്ങ വറുത്തരച്ചിട്ടല്ല, വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ കറി ഉണ്ടാക്കാൻ കുറച്ച് ഈസിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പ്രാവശ്യം 3 തേങ്ങ എടുത്ത് തല്ലി പൊട്ടിച്ചിട്ട് ശരിയാക്കട്ടെ കേട്ടോ. അപ്പോൾ കൈമ ഒരു കേടൊന്നും വരാതിരിക്കാനാണ് ഈ ഞാനൊരു ഗ്ലൗസ് കയ്യിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്ര വേഗം ചെയ്യട്ടെ. ആദ്യം നമുക്കൊരു തുണി ഇങ്ങനെ വിരിച്ച് വെക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഇത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലിട്ട് തല്ലി പൊട്ടിക്കുമ്പോൾ നമ്മൾ സ്ലാബിന് കേടൊന്നും പറ്റില്ലല്ലോ. മുമ്പൊക്കെ എനിക്ക് ഈ തേങ്ങ വെട്ടാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ കൊള്ളൂ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ വേറെ ആരെങ്കിലും ഈ തേങ്ങ ഇങ്ങനെ പൊട്ടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ ഈ തേങ്ങ പൊട്ടിച്ച് നോക്കി. ഞാൻ ഒറ്റക്കായപ്പോഴേ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ ഈ തേങ്ങ പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എത്ര ഈസി ആയിരുന്നു തേങ്ങ വെട്ടാനുള്ളത്. നമ്മൾ കയ്യുമ്പോൾ കൊള്ളാതെ സൂക്ഷിച്ച് വെട്ടണം, അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഈ തേങ്ങ വെട്ടാനെന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ.
ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും. നമ്മൾ ചിലപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ പേടിച്ച് നിൽക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ള തീരുമാനം എടുത്തിരുന്ന സമയത്ത് ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എനിക്ക് ഇങ്ങോട്ട് താമസം മാറുന്ന സമയത്ത് എത്രയോ ദിവസം ഉറക്കമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇനിയിപ്പോൾ ഉറങ്ങുന്നുണ്ടാവും, എൻ്റെ പെണ്ണുമോള് പറയുമ്പോൾ അമ്മ ഉറങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷേ ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ഇങ്ങനെ മനസ്സ് വിട്ടിട്ട് ഉറങ്ങാൻ എനിക്ക് എത്രയോ ദിവസം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പേടിച്ചിട്ട് ഞാൻ കരയുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് എൻ്റെ നിവരുട്ടിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, അടുത്ത മാസം എനിക്ക് ജീവിക്കാൻ പറ്റുമോ, അടുത്ത മാസം ജീവിക്കാനുള്ള സിറ്റുവേഷൻസ്, അതായത് സാമ്പത്തികമാണല്ലോ നമ്മളെ ഏറ്റവും വലിയ പ്രയാസം, ആ സംഭവം ഉണ്ടോ എന്നുള്ളത് മാത്രം നീ ആലോചിച്ചാൽ മതി. കാരണം അടുത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നീ വെറീഡ് ആവണ്ട. അതൊക്കെ അതിൻ്റെ പോലെ നടന്നു പോകും എന്ന് ഓള് തന്ന ആ ഒരു മോട്ടിവേഷൻ്റെ പേരിലാണ് കേട്ടോ പിന്നെ ഞാൻ ജീവിച്ചത്. ഇനി ഇപ്പോഴത്തെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ജീവിക്കാൻ. ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എന്നോട് തന്നെ ദിവസവും പറയും, ഓക്കെ നിനക്ക് ഭയങ്കര ധൈര്യമാണ്, നിനക്ക് ഭയങ്കര ശക്തിയാണെന്നുള്ളത് ഞാൻ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ തളരാൻ പാടില്ല, നിനക്ക് ചെയ്യാൻ പറ്റും, നീ ഇത്രയും ചെയ്തില്ലേ, നീ ഭയങ്കര മിടുക്കിയാണ് എന്നുള്ളത് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യും ഇപ്പോൾ. അങ്ങനെ നമ്മളെ തേങ്ങ എല്ലാം വെട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ വെട്ടിക്കൂട്ടുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ പറയുക, ആരും പരീക്ഷിക്കാത്തൊരു വഴി കൂടെ പോകുന്നത്. ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഞാൻ ഇത് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടേ ചെറിയ പീസാക്കാൻ പറ്റും നോക്കട്ടെ. ഞാൻ ചെറിയ പീസാക്കാൻ ശ്രമിച്ചു. അപ്പോൾ കുറേ ഉണ്ടല്ലോ, ഇത് ചെറിയ പീസാക്കാൻ വയ്ക്കുന്നില്ല. അപ്പോൾ ഫുഡ് പ്രോസസ്സറിൽ എടുത്തിട്ടൊന്ന് പണി പിടിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഈ ബ്ലേഡ് ഇട്ടിട്ട് ഇത് തേങ്ങ വെട്ടിക്കൂട്ടാൻ നോക്കി നോക്കാം കേട്ടോ. ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഓവന് കാണിച്ച സമയത്ത് കുറേ കൂട്ടുകാർ ഇതിൻ്റെ ലിങ്ക് എവിടെയാണ്, ഇതിൻ്റെ വില എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. ഇത് ഞാൻ ഇന്ന് എനിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അയച്ചു തന്ന OTG ആണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വിലയും എൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു നിങ്ങൾ വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുഡ് പ്രോസസ്സറിലിട്ട് നമ്മളെ തേങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. ശരി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടാവോ എങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒക്കെ ചെറിയ കഷ്ണങ്ങളായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്തിക്കാക്കി വെക്കാം കേട്ടോ. എനിക്കിത് ഈ മിക്സിയിലിടുമ്പോൾ മിക്സി പഠിച്ചോനെ കേട് വരുമോ, ഞാൻ ചെയ്യുന്നത് മറ്റേ എന്തൊരു കയ്യൊഴിപ്പാകുമെന്നൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല, നല്ല വൃത്തിക്ക് തന്നെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ പീസുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടോ, കുറേയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കൈ ഉപയോഗിക്കട്ടോ, നമുക്ക് സ്പൂൺ ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ ഒരു പാത്രം നിറയെ തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം, നമുക്ക് വറുക്കാനുള്ള തേങ്ങ വേറെ ഉണ്ടാക്കാം. ഞാൻ ഈ തേങ്ങയൊക്കെ ഇങ്ങനെ ചട്ടിയിലിട്ട് വറുക്കാൻ നേരത്ത് മറ്റേ എനിക്കതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് അറിയാഞ്ഞിട്ട് ഗ്യാസ് കൊടുത്ത് ഫോൺ വിളിച്ചു, പിന്നെ നെജിറ്റത്ത് ഫോൺ വിളിച്ചു. അവരൊക്കെ ഈ ഉച്ച സമയം കാരണം കൊണ്ട് മയങ്ങ തന്നിട്ട് ആരും ഫോൺ എടുത്തില്ല. അപ്പോഴാണ് ഞാൻ തൊട്ടപ്പുറം പിന്നെ എനിക്ക് വിളിച്ചത് കേട്ടോ. എന്നിട്ട് ഇതെങ്ങനെയാണ് തേങ്ങ വറുത്തരച്ച് വെക്കണതെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ്. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾ അതിന് ചട്ടിയിലിട്ട് വറുക്കണേ, നമുക്ക് എയർ ഫ്രയറിലിട്ട് വറുത്താൽ പോരെന്ന്. അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, എൻ്റെ കയ്യിൽ എയർ ഫ്രയർ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചട്ടിയിലിട്ട് ഇങ്ങനെ വറുക്കുന്നത്. അപ്പോൾ പറയാം സമയം ലാഭിച്ചുകൂടെ എന്നുള്ളത്. അപ്പം നമുക്ക് ഒന്നും നോക്കാമല്ല, ചട്ടിത്തെ തേങ്ങ എടുത്തിട്ട് നമുക്ക് എയർ ഫ്രയറിലിട്ടിട്ട് അതിൽ വേപ്പില, വലിയ ജീരകം, തേങ്ങ, വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് നമുക്ക് നേരെ എയർ ഫ്രയറിലേക്ക് കയറ്റിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് നോക്കുക കേട്ടോ. പിന്നെ ഇത് ഇടക്കിടക്ക് എടുത്ത് വറുക്കണം എന്ന് ഓള് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടക്കിടക്ക് എടുത്തിട്ടൊന്ന് വറുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ നമുക്ക് എയർ ഫ്രയറിൽ ഇട്ടിട്ട് നമ്മളെ തേങ്ങ വറുക്കാം. ഞാൻ ഈ തേങ്ങയിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, വേപ്പില ഇത് മാത്രമാണ് ചേർത്തുള്ളത് കേട്ടോ. അതിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വീണ്ടും എടുത്തിട്ട് വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ജാംജുമിൽ ഞാൻ ഇതിനകത്തെ 6 സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചിരുന്നു കേട്ടോ. ഒരു 199 അതിനെന്തോ ഒരു ചെറിയ വില ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തു വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ തേങ്ങ നമ്മൾ ഈ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സായിക്കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് സെറ്റ് ഓഫ് ഇങ്ങനെ തിരിയടാ.
സെൻഡ് ഓഫ് എങ്ങനെ ഉണ്ടായിരുന്നു? സായകുട്ടി 7th സ്റ്റാൻഡേർഡല്ലേ പഠിക്കുന്നത്, അപ്പോൾ ഓനിക്കൊന്ന് സെൻഡ് ഓഫ് ആയിരുന്നു അല്ലേ. അങ്ങനെ നമ്മളെ തേങ്ങ വറുത്തെടുക്കുന്നത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സവാള ഒക്കെ കട്ട് ചെയ്യാനുണ്ട്. നമ്മളിന്ന് എന്താ പറയുക, ആലു പറാത്ത ഉണ്ടാക്കാൻ പോണത്. പിന്നെ ഇന്നുമോള് ഞാൻ പറഞ്ഞില്ലേ ഇന്നുമോളിന്ന് വരാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ആലു പറാത്ത ഉണ്ടാക്കണം, പിന്നെ ചിക്കന് ഗ്രില്ല് ചെയ്തിട്ട് ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഓവനിൽ നമുക്ക് ചിക്കന് ഗ്രില്ല് ചെയ്യണം. പക്ഷെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ വരും. ഈ വീഡിയോയിലേക്ക് ചേർക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. കുറേ നേരമായി നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നതിൻ്റെ കാലമൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. നമ്മളിത് നോമ്പ് തുറക്കുമ്പോഴേ ആലു പറാത്ത ഉണ്ടാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നുമോൾ ഇന്ന് വരും. നാളെ നമ്മളെ വീട്ടിൽ നോമ്പ് തുറപ്പിക്കലായ കാരണം കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കുറേ വിഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഒരു ജ്യൂസ്, ഒരു ആലു പറാത്ത, പിന്നെ ഇച്ചിരി ചോറും വെക്കും. നമ്മളിന്ന് ചോറല്ല വെക്കണം, നമ്മളിന്ന് കഞ്ഞിയാണ് വെക്കണത് കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ആലു പറാത്തൻ്റെ മസാലയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ തേങ്ങ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. എന്താ സായിക്കുട്ടിയുടെ പരിപാടി എന്നറിയോ? സായിക്കുട്ടി നമ്മൾ ജോലിക്ക് വേണ്ടി ഇറക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ കഴുകി വെച്ച ബോക്സുകളാണ്. ഇതൊക്കെ ആ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടൊക്കെ തുടച്ചിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു ബോക്സിലേക്ക് ആ തേങ്ങ മുഴുവൻ ആക്കണം കേട്ടോ. പിന്നെ തുടച്ചോ. തിങ്കളാഴ്ച പോകണ്ട നമ്മള് മീനത്തിറപ്പം പോകുന്നില്ല. ഫുട്ബോൾസ് പിന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ചക്കത്തിൽ എപ്പോഴും മനസ്സിലാകുന്നുണ്ടോ? ഈ വെയ്യത്തിനെമാതിരി എപ്പോഴും ഇങ്ങനെ വീട്ടിൽ നിന്ന് വീട്ടിൽ ഭക്ഷണം തന്നാൽ പോരാ. അടുത്ത് നമ്മളെ ചപ്പാത്തി മാവ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് പ്രോസസ്സർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ യന്ത്രങ്ങളുടെ കാരണം കൊണ്ട് നമുക്കിപ്പോൾ ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. ഇത്രയും പാത്രത്തിൽ നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുവെക്ക്. നമ്മുടെ വീട്ടിലേ ആർക്കെങ്കിലും മിക്സികൾ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫുഡ് പ്രോസസ്സർ വാങ്ങിച്ചോളൂ കേട്ടോ. നമ്മൾ കുറച്ച് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഏകദേശം ഒരു 9,000 സംതിങ് രൂപയായിരുന്നു ഞാനിത് അന്ന് വാങ്ങിച്ചിരുന്ന സമയത്ത്. എങ്ങനെ വില ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ഇത് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ജോലി നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ മാവ് ഇത്രയും സ്മൂത്താണ്. നമ്മൾ കൈ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര നേരം പിടിക്കും ഇങ്ങനെ ഒരു സ്മൂത്ത് മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിനി ആലു പറാത്ത ഉണ്ടാക്കാൻ പോവുകയാണ്. സമയം ഒരുപാടായി. നമുക്കിനി ആദ്യം നമ്മളൊരു ഉണ്ടെടുക്കാം. ഉണ്ടെടുത്തിട്ട് ഒരു ഗോളുണ്ടാക്കി. എൻ്റെ ഫോണിലെ ബാറ്ററി ലെവൽ വളരെയധികം കുറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ വീഡിയോ ഏകദേശം ഇവിടെ വെച്ചിട്ട് നിർത്താം. നമുക്കിനി ഇന്നുമോൾ വന്ന വിശേഷങ്ങളും നമ്മൾ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നതിലേക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരൊന്നും മറക്കല്ലേ. ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.